ശനിയാഴ്ച മുതലാണ് കുട്ടികൾക്ക് മെനിഞ്ചൈറ്റിസ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. എറണാകുളം റിനെ ആശുപത്രിയിലും ആസ്ട്രോ മെഡിസിറ്റിയിലുമാണ് കുട്ടികൾ ചികിത്സ തുടരുന്നത്. 2ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 പേരും ഒരു 1ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തുടർ പരിശോധനാ ഫലം വന്ന ശേഷമാകും ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുക. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഒരാഴ്ചത്തേക്ക് സ്കൂൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് 3 കൺഫേംഡ് കേസസ് ആണുള്ളത്. അതുകൂടാതെ ഇതുപോലത്തെ സിംറ്റംസ് ഉണ്ടെന്ന് പേരൻസിൻ്റെ ഇടയിൽ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ആശങ്കയാണ്. അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. അതെ, തൽക്കാലം ഇപ്പം നമുക്ക് 2ാം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്നാണ് നമുക്ക് കൺഫേംഡ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗവും കളമശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സംഘവും സ്കൂളിൽ പരിശോധന നടത്തി. കുടിവെള്ള സാമ്പിളുകൾ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. നിലവിലെ ആശങ്കകളൊന്നും ഇവിടെ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ അവരൊന്നും പറയുന്നില്ല. ഇവിടുത്തെ വെള്ളം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾ 2nd സ്റ്റാൻഡേർഡിലെയും 1st സ്റ്റാൻഡേർഡിലെയും കുട്ടികൾക്കാണ് ഈ സിംറ്റംസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പരിശോധന എല്ലാം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നിലവിലൊന്നും പറയുന്നില്ല. അപ്പോൾ കൂടുതൽ പാനിക് ഇവിടെ പാരൻസിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും കൂടുതൽ പാനിക് ആകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് കുട്ടികൾക്ക് രോഗം ബാധിച്ചതെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള സംരക്ഷിത ചർമ്മത്തിന് വീക്കമുണ്ടാക്കുന്ന ഗുരുതരമായ അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. ഉയർന്ന പനി, കടുത്ത തലവേദന, കഴുത്തുവേദന, ഛർദി എന്നിവയാണ് സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ചില ആളുകൾക്ക് അപസ്മാരം ഉൾപ്പെടെ ഉണ്ടാകാം. എത്രയും വേഗം ചികിത്സ തേടുകയാണ് വേണ്ടതെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ചികിത്സയിൽ കഴിയുന്ന 5 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ കുട്ടികളിലേക്ക് രോഗം പടരാതിരിക്കാൻ ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. തലവേദന, അതികഠിനമായ പനി തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൃത്യസമയത്ത് ചികിത്സ തേടണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.